എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രെയിൻ വിത്ത് ദ ബെസ്റ്റ്. അതായത് ഏറ്റവും നല്ല പരിശീലകനിൽ നിന്നും തന്നെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം അത് പറഞ്ഞു തരാനായിട്ട് ചെറിയൊരു കഥ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് അദ്ദേഹം ഓടക്കുഴൽ വായിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് പഠിച്ചെടുക്കാനായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് കുറേ കാലം ആ ഗുരുവിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചെടുത്തു. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകേണ്ട ഒരാവശ്യം വന്നു. ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രാൻസ്ഫർ വന്ന സമയത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ആ പുതിയ സ്ഥലത്ത് പോയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ ഇത് തുടരണം, ഇതൊരിക്കലും വിട്ടു പോകരുത്. അപ്പോൾ ഓടക്കുഴൽ വായിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് മൊത്തമായിട്ട് പഠിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പുതിയൊരു ഗുരുവിനെ അന്വേഷിച്ച് അദ്ദേഹം പുതിയ സ്ഥലത്ത് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു പ്രസിദ്ധനായ ഒരു ഓടക്കുഴൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഫീസ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗുരു പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ പുതിയ വിദ്യാർത്ഥിയാണെന്ന് വെച്ചാൽ ഓടക്കുഴൽ വായിക്കാൻ ഒട്ടും അറിയാത്ത ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ 500 രൂപ ഒരു മാസം വേണം, അതാണ് ഫീസ്. അതല്ല നേരത്തെ തന്നെ ഇത് പഠിച്ചെടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ 5000 രൂപയാണ് ഫീസ്. അപ്പോൾ ഇത് കേട്ട പാടെ നമ്മളെപ്പോലെ തന്നെ അയാൾക്കും ഒരു സംശയം തോന്നി, ഇനിയിപ്പോൾ ഞാൻ കേട്ടതിൻ്റെ തെറ്റാണോ? കാരണം എനിക്ക് ഈ ഓടക്കുഴൽ വായിക്കാൻ അറിയാമെങ്കിൽ 500 രൂപയെക്കാളും കുറച്ച് ഫീസല്ലേ തരേണ്ട ആവശ്യമുള്ളൂ. കാരണം ആ ഗുരുവിന് അത്രത്തോളം ജോലി കുറവല്ലേ, അദ്ദേഹം വീണ്ടും പഠിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്കത് പറഞ്ഞ് തെറ്റിപ്പോയതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല, ഞാൻ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. പുതിയ വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ 500 രൂപയും ഇത് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പഠിക്കാൻ വരുന്നതെങ്കിൽ 5000 രൂപയാണ്. അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ പുതിയ വിദ്യാർത്ഥിയാണെങ്കിൽ അയാളുടെ മൈൻഡ് വളരെ ഫ്രഷാണ്. അപ്പോൾ നമ്മൾ പറയുന്ന എന്ത് കാര്യവും അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെക്കുറിച്ച് നേരത്തെ അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പണ്ട് പഠിച്ചെടുത്ത കാര്യങ്ങൾ മാറ്റി നിർത്തി പുതിയതായിട്ട് പഠിക്കാനായിട്ട് ഈ ഗുരുവിന് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഫീസും കൂടുതലാണ്. അപ്പോൾ ശരിക്കും ഇവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് വേറൊന്നുമല്ല. നല്ലൊരു പരിശീലകനാണെങ്കിൽ ആ ഇരിക്കുന്ന വ്യക്തി, ആ പരിശീലനം പങ്കെടുക്കാൻ വന്നിരിക്കുന്ന വ്യക്തിയുടെ ആവശ്യം എന്താണെന്നും അയാളുടെ ഒരു രീതി എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് പഠിപ്പിച്ചങ്ങ് പോവുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല കഴിവുള്ള, അതായത് കാര്യങ്ങൾ പറഞ്ഞു തരാനും അതേപോലെ തന്നെ നമ്മുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കുറവ് എന്താണ്, നമ്മുടെ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കി ആ വേണ്ട വിധത്തിൽ നമ്മളെ പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗുരുവിനെ കണ്ടെത്തി അവരിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും കഴിവുള്ള ഒരു ആൾക്കാരെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കും അല്ലേ? നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ നമുക്ക് തോന്നുന്ന ഒരു സംശയം അതായിരിക്കാം. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്ന അവസാനത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചെടുക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ആ ഗുരുവിനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ധാരാളം കാശുണ്ടെങ്കിലും നല്ലൊരു പരിശീലകനെ കിട്ടണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അനുസരിച്ചാണ് ഗുരു നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, പക്ഷേ ഇതാണ് വാസ്തവം. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കണം എന്ന് അങ്ങേയറ്റം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യം പകർന്നു തരാനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഒരാൾ തന്നെ ആണെന്ന് നിർബന്ധമില്ല. ധാരാളം ആളുകൾ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ വന്നെന്ന് വരാം. പക്ഷെ അയാളൊരു ഗുരുവിൻ്റെ സ്ഥാനത്തായിരിക്കില്ല ചിലപ്പോൾ വരുന്നത്. സാധാരണ നമ്മൾ കാണുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അപ്പം അവരിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം കൂടെ നമ്മൾ നടത്തണം എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ ഏറ്റവും കഴിവുള്ള നമുക്ക് ഈ കാര്യങ്ങൾ പകർന്നു തരാനായിട്ടുള്ള അങ്ങേയറ്റം കഴിവുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് കണ്ടെത്തുക, ആ ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും നേടിക്കൊടുക്കാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.